വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. So let's move on. Okay, next question. How to crack cabin crew interviews? ഓക്കെ, ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ GD റൗണ്ടിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ CV ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്തിട്ടുണ്ട്, ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ക്യാബിൻ ക്രൂവിന് അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ഓൾ ദീസ് വീഡിയോസ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കം ബാക്ക് ടു മീ. അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് ഓൾ എയർലൈൻ ഹാവ് ട്രെയിനിങ് ഫീസ്? ഓക്കെ, എല്ലാ എയർലൈനും ട്രെയിനിങ് ഫീസ് വാങ്ങിക്കത്തില്ല, പക്ഷേ ഡൊമസ്റ്റിക് എയർലൈൻസ് മിക്കവാറും വാങ്ങിക്കാറുണ്ട്. ഇൻ്റർനാഷണൽ എയർലൈൻസ് ആരും ട്രെയിനിങ് ഫീസ് വാങ്ങിച്ചതായിട്ട് എനിക്ക് ഇതുവരെ അറിയില്ല. ഇൻ്റർനാഷണൽ എയർലൈൻസ് നിങ്ങളെ ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തന്നെ കൊണ്ട് വേറൊരു രാജ്യത്തേക്ക് പോകുമല്ലേ, സോ ദേ ഡോണ്ട് റിയലി നീഡ് എനി അഷുറൻസ് ഫ്രം യുവർ സൈഡ്. പക്ഷേ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ഇന്ത്യൻ എയർലൈൻസ്, യൂഷ്വലി അവരൊരു ഡെപ്പോസിറ്റ് പോലെ കുറച്ച് കാശ് വാങ്ങിക്കും. അത് മിക്കവാറും 30,000 to 50,000 വരത്തുള്ളൂ. ഞാൻ കിങ് ഫിഷിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 50,000 ആണ് അവർ വാങ്ങിച്ചത്. ഗോയറിൽ വർക്ക് ചെയ്തപ്പോൾ 30,000 വാങ്ങിച്ചു. എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തപ്പോൾ അവർ വാങ്ങിച്ചില്ല, ഒരു കാശും വാങ്ങിച്ചിട്ടില്ല. എത്തിഹാദ് എയർവേസിലും ഓഫ് കോഴ്സ് ദേ ഡിഡ് നോട്ട് ടേക്ക്. ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഈ കാശ് അവർ വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ യൂണിഫോം ആൻഡ് ട്രെയിനിങ് കോസ്റ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വാട്ട് ദേ ഡു ഇസ് ഇറ്റ്സ് ലൈക്ക് എ ഡെപ്പോസിറ്റ്. വിതിൻ 6 months, നിങ്ങൾ ജോയിൻ ചെയ്തതിന് വിതിൻ 6 months ഇഫ് യു ആർ റിസൈനിങ് യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് യൂണിഫോം ആൻഡ് ട്രെയിനിങ് കോസ്റ്റ് ബാക്ക്. പക്ഷേ 6 monthsന് ശേഷം നിങ്ങൾ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് ട്രെയിനിങ് ഫീസ് ബാക്ക് ഇൻ യുവർ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്. സോ അവർക്കൊരു അഷുറൻസിന് വേണ്ടിയാണ്. ചിലർ നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് 2 മാസം ഫ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പോണേന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് ഫീസും അവർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാസുകളും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന യൂണിഫോം ഇതൊക്കെ വേസ്റ്റ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് അവരൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു അഷുറൻസിന് വേണ്ടിയിട്ടാണ് അവർ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിച്ചു വെക്കുന്നത്. ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് if you are resigning after 6 months. Next question is how to pass cabin crew training and exams. ക്യാബിൻ ക്രൂ ട്രെയിനിങ്ങിന് പാസ് ചെയ്യാനായിട്ട് ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ക്യാബിൻ ക്രൂ ട്രെയിനിങ്ങിന് പോകുന്നത് മുതൽ ആ ട്രെയിനിങ് തീരുന്നത് വരെയും ജസ്റ്റ് ബി ഫോക്കസ്ഡ്. അവർ പറയുന്ന കാര്യങ്ങൾ അന്നുള്ളത് അന്നു പഠിക്കേണ്ടത് പഠിച്ചേ പറ്റൂ. യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളുടെ ബാക്കിയുള്ള ക്രൂ ഒക്കെ പല നാഷണാലിറ്റിയിൽ നിന്നായിരിക്കാം. ഇൻ്റർനാഷണൽ എയർലൈനിൽ അല്ല, ഡൊമസ്റ്റിക് എയർലൈനിലാണെങ്കിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യ എന്നൊക്കെ ഉള്ളവരായിരിക്കും. ദേ വിൽ ബി സംബഡി ഓർ ദ അതർ ഹു വിൽ സേ ലെറ്റ്സ് ഗോ പാർട്ടിങ്, വിൽ ഡു ഹൗസ് പാർട്ടി, നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് അത് ചെയ്യാം, നമുക്ക് അവിടെ പോയി കറങ്ങാം, ഇവിടെ പോയി കറങ്ങാം. There is no problem in that, but please don't get carried away. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. എസ്പെഷ്യലി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ എക്സാംസ്, അതായത് DGCA എക്സാംസ് ആർ പ്രിറ്റി ഹാർഡ്. സോ യു ഹാവ് ടു ബി ഫോക്കസ്ഡ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി വെൽ. ഇൻ്റർനാഷണൽ എയർലൈൻസിൽ എക്സാംസ് ആർ നോട്ട് റിയലി ഹാർഡ്, പക്ഷെ എന്നാലും നമ്മൾ ആ ട്രെയിനിങ് ടൈമിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഹാവ് എനി പ്രോബ്ലം ഡ്യൂറിങ് ദ ട്രെയിനിങ് ഡേയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എയർപോർട്ടിൽ ജോബ് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ആക്ച്വലി ഗ്രൗണ്ട് സ്റ്റാഫിനും ക്യാബിൻ ക്രൂവിന് പ്രിറ്റി മച്ച് സെയിം ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്. സോ നിങ്ങൾ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് മോർ ഓഫ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ യു വിൽ ഗെറ്റ് a preference. So of course you can work as a ground staff if you have been a cabin crew before. Additional qualifications are really good. നമ്മളിപ്പോൾ IATA ട്രെയിനിങ്ങോ ലോഡ് ആൻഡ് ട്രിമിൻ്റെ വല്ല ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ you will get more preference. പക്ഷേ there is no restrictions if you are flying to become a ground staff. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി കുറച്ച് ഡൗൺ ആണല്ലോ, അത് ക്യാബിൻ ക്രൂ സെക്ഷനെ ബാധിക്കുമോ? ഇനി ഫ്യൂച്ചറിൽ ഈ സിറ്റുവേഷൻ ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടാകുമോ? ഐ എം എ ലിറ്റിൽ സ്കെയർഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ലെറ്റ് മീ പുട്ട് ഇറ്റ് ദിസ് വേ. ഈ വറി വളരെ കറക്റ്റായ ഒരു വറി തന്നെയാണ്. ഓഫ് കോഴ്സ് കൊറോണ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എയർലൈൻ ഇൻഡസ്ട്രീനെ. ഒരിക്കലും തകരാൻ സാധ്യതയേ ഇല്ല എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയാണ് എയർലൈൻ ഇൻഡസ്ട്രി. അത് മാത്രമല്ല, എയർലൈൻ ഇൻഡസ്ട്രി മാത്രമല്ല, ഒരുപാട് ഇൻഡസ്ട്രീസും ഈ കൊറോണ എന്നുള്ള വിഷയത്തിൽ പ്രശ്നത്തിലായിട്ടുണ്ട്. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഐ എം നോബഡി, പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് പീപ്പിൾ കാൺ സ്റ്റോപ്പ് ട്രാവലിംഗ് ഇല്ലേ. ആൻഡ് ദ ബെസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇസ് ത്രൂ എയർ. സോ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിൽ ഒരാൾ ഷിപ്പിൽ കയറി പോകാനായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പേ അയാൾ ഫ്ലൈറ്റിൽ കയറി പോകാനേ ചിന്തിക്കത്തുള്ളൂ. അപ്പം ഈ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും എയർലൈൻ ഇൻഡസ്ട്രി ഹാസ് ടു കം ബാക്ക്, യുനോ. സോ ഇവൻച്വലി എയർലൈൻ ഇൻഡസ്ട്രി നോർമലായി തുടങ്ങുമ്പോൾ എല്ലാവരും വാക്സിനേറ്റഡ് ഒക്കെ ആയി ഈ കൊറോണ എന്ന പ്രശ്നത്തിന് ഒരു അന്ത്യം ഉണ്ടാവാറാകുമ്പോൾ എല്ലാവരും ഫ്ലൈയിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകും. ആൻഡ് ഇഫ് ഫ്ലൈയിങ് ഗെറ്റ്സ് ബാക്ക് ടു നോർമൽ ലൈക്ക് ബിഫോർ,
അവർക്ക് തീർച്ചയായിട്ടും ക്രൂവിന് ആവശ്യമുണ്ട്. കാര്യം ഇപ്പോൾ ഒത്തിരി ക്രൂവിന് റിഡൻഡൻസി കാരണം പറഞ്ഞു വിട്ടിട്ടുണ്ട്. സോ അവർക്കിനി ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്രയും നീഡ് ഓഫ് ക്രൂ ആൻഡ് പൈലറ്റ്സും ആവശ്യം വരും. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ഹയർ എ ലോട്ട് ഓഫ് ക്രൂ ഇൻ ഫ്യൂച്ചർ ഇഫ് ദേ ഹാവ് ടു സ്റ്റാർട്ട് നോർമൽ ഓപ്പറേഷൻസ്. സോ വാട്ട് ഐ വിൽ സേ ഇസ് ദാറ്റ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഇഫ് ഏവിയേഷൻ ഇസ് യുവർ ഡ്രീം, ഐ എം ഷുവർ യു വിൽ ബി ഏബിൾ ടു റീച്ച് ദെയർ. അടുത്തത്, ചേച്ചി ക്യാബിൻ ക്രൂ ജോലിക്ക് ഒരു ലിമിറ്റ്സ് ഇല്ലേ? അപ്പോൾ പിന്നെ നമ്മളിത് പഠിച്ചുകൊണ്ട് വേറൊരു ജോലിയും ഇതിന് ശേഷം കിട്ടൂലേ? ക്യാബിൻ ക്രൂ ജോലിക്ക് ഒരു ലിമിറ്റ് ഇല്ലേ എന്ന് പറഞ്ഞത് കുറച്ച് നാൾ കഴിയുമ്പോൾ ക്യാബിൻ ക്രൂ ജോലി റിസൈൻ ചെയ്യേണ്ടി വരുമോ എന്നാണോ? അപ്പോൾ നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ജോലി ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ യു ക്യാൻ റിസൈൻ. പക്ഷേ അവർ പറയുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് വരെയും നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം ക്യാബിൻ ക്രൂ ആയിട്ട്. ഈ എയർലൈൻ ഒരു പർട്ടിക്കുലർ എയർലൈൻ അല്ലെങ്കിൽ വേറൊരു പർട്ടിക്കുലർ എയർലൈനിലാണെങ്കിൽ യു ക്യാൻ ഫ്ലൈ. ബട്ട് ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ബി അപ് ടു ദ മാർക്ക്. യുവർ ബോഡി, യുവർ ഹെൽത്ത് എല്ലാം അത് എക്സലൻ്റ് ആയിരിക്കണം. And your file should be clean as well. And if everything goes well, they will keep you in the company. ചില എയർലൈൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളുടെ ബോഡിയിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ, ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ they'll appoint you as a ground staff. ഇങ്ങനെയാണ് മിക്ക എയർലൈൻസും ചെയ്യുന്നത്. ക്യാബിൻ ക്രൂ ജോലിക്ക് ലിമിറ്റ് ഉണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ, and if you cannot focus and go forward, it's better not to go for it. പിന്നെ വേറൊരു കാര്യം പറയാം, അതിൽ ഈ ക്വസ്റ്റനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ ഇതിനു മുമ്പും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് നോ നീഡ് ടു ഗോ ടു എനി ട്രെയിനിങ് സെൻറ്റർ. നിങ്ങൾ വെളിയിൽ പോയി ഓരോ ഏവിയേഷൻ അക്കാഡമി, ഫ്രാങ്ക്ഫിനും ആവലോണും ഇതിലൊന്നും പോയി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാബിൻ ക്രൂ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. ഞാൻ മിനിമം റിക്വയർമെൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മിനിമം റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ആൻഡ് അപ്ലൈ ഫോർ ക്യാബിൻ ക്രൂ ജോബ്. എന്നിട്ട് ഇൻ്റർവ്യൂ പാസ് ആവുകയാണെങ്കിൽ യു ക്യാൻ ബിക്കം എ ക്യാബിൻ ക്രൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെഷ്യലായിട്ട് ട്രെയിനിങ്ങിനോ സ്പെഷ്യലായിട്ടുള്ള കോഴ്സസിനോ പോവേണ്ട ഒരാവശ്യമില്ല. മൈറ്റ് ആസ് വെൽ ഡൂ സം ട്രെയിനിങ് വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു ഇൻ ഫ്യൂച്ചർ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് ലിമിറ്റ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ ജോലിയിൽ തുടരാൻ കഴിയത്തില്ല എന്ന് തോന്നുമ്പോൾ, നിങ്ങൾ ആ ജോലിയിൽ നിന്നും ജോലി കളഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോൾ വേറെ എന്ത് ജോലിക്ക് പോകാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോഴ്സസ് ചെയ്യാനാണ് പറയുന്നത്. യു ക്യാൻ ഫിനിഷ് യുവർ ഗ്രാജുവേഷൻ, യു ക്യാൻ ഫിനിഷ് യുവർ MBA, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, ഇപ്പോൾ നഴ്സിംഗ് ഫീൽഡ് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സ്യൂ ദാറ്റ് കോഴ്സ് വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു ഇൻ ഫ്യൂച്ചർ. ക്യാബിൻ ക്രൂവിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കോഴ്സിനോ ട്രെയിനിങ്ങിനോ പോയി കാശ് കളയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ട്രെയിനിങ്ങും എയർലൈൻ തരുന്നതായിരിക്കും. സോ യു ഡോണ്ട് ഹാവ് ടു ഡു എനി സ്പെഷ്യൽ കോഴ്സ്.